അപ്പം മീൻകറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ എണ്ണ ഒന്ന് ചൂടാകുന്നത് വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 10-15 അല്ലി ചുമന്നുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഉലുവ നല്ലതുപോലെ പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ആ ഇഞ്ചിയും, ഞാനിപ്പോൾ ഇത് 3 നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്, അത് 3 കൂടെ ചേർത്ത് ഇട്ട് കൊടുക്കാം. ഇത് ഇപ്പോൾ നല്ലതുപോലെ ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമില്ല. ഒരു 3-4 മിനിറ്റ് നമുക്ക് അതൊന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ അയില മീനാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അത് കഴുകി നല്ലതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇപ്പം ആ ചുമന്നുള്ളി അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് വഴറ്റുകയാണ്. അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ആവശ്യമായി ഉള്ളത് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു പരുവം കാണിച്ചു തരാം. ഒത്തിരി അങ്ങ് ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ ആ കറിയുടെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതിലേക്ക് നമുക്ക് ദാണ്ട് ഈ ഒരു പരുവം, എന്നാൽ അധികം പച്ച ഇതല്ല, ഒരു 5 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികളിൽ ആദ്യം തന്നെ ഞാൻ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ അത് സ്പൂണ് കാണിക്കാം. അതിലേക്ക് ഞാൻ ഒരു 4 സ്പൂണാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ അത് സ്പൂണിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂണ് അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ മുളക് പൊടി എന്ന് പറയുന്നത് കാശ്മീരി മുളകും പാണ്ടിമുളകും ഒന്നിച്ച് ചേർത്താണ് പൊടിച്ചിരിക്കുന്നത്. പാണ്ടിമുളകും മുളക് പൊടി അതുപോലെ തന്നെ ഞാനൊരു ആ സ്പൂണിൻ്റെ അളവിൽ ഒരു 5 സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തീയിലിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. തീ കുറച്ച് വെച്ച് തന്നെ വേണം നമുക്ക് വഴറ്റേണ്ടത്. ഇതിലേക്ക് ഞാൻ വേറെ ഒരു പൊടിയും ആഡ് ചെയ്യുന്നില്ല. ഈ സമയത്ത് ചിലർ ഉലുവാപ്പൊടി ഇടും. ഞാൻ അല്പം എല്ലാം ഇട്ടതിന് ശേഷം വെള്ളവും ഒഴിച്ച് തിളയ്ക്കാൻ വെച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടി ചേർക്കുന്നത്. ഇപ്പം നമ്മുടെ ആ മുളക് പൊടിയെല്ലാം മിശ്രിതം നല്ലതുപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പുളിവെള്ളമാണ്, ആ പുളിവെള്ളം കുറച്ചൊന്ന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നു. പിന്നെ ബാക്കി വന്ന പുളിവെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ അതിൻ്റെ ഇപ്പം നല്ല തിക്നെസ്സാണ്, അത് കുറച്ചുകൂടി ഒന്ന് ആ പുളിയും കൂടെ ഇട്ട് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കും. ഇനി അത് നല്ലതുപോലെ തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ ആണ് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാനിതിലേക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ചെറുതീയിൽ വെച്ചിട്ട് അതിൻ്റെ എണ്ണയെല്ലാം മുകളിൽ തെളിഞ്ഞു വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ എത്രത്തോളം വീഡിയോയിൽ ക്ലാരിറ്റി ഉണ്ടെന്നറിയില്ല. അതിൻ്റെ എണ്ണയെല്ലാം നല്ലതുപോലെ തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പച്ചമണം എല്ലാം നല്ലതുപോലെ ഇപ്പോൾ മാറി ആ എണ്ണയെല്ലാം നല്ലതുപോലെ തെളിഞ്ഞു കിട്ടി. ഇനി നമുക്ക് ഇത് മീൻകറിയിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ച് കുറുകി ഇപ്പം എണ്ണയെല്ലാം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എത്രത്തോളം വെള്ളമാണോ വേണ്ടത് അത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി നോക്കാം. അതിൻ്റെ ആ ഒരു തിക്നെസ് നമുക്കൊന്ന് മനസ്സിലാകും. നമ്മുടെ കയ്യിൽ എത്രത്തോളം മീനാണോ ഉള്ളത്, ഒത്തിരി അങ്ങ് ചാറിലല്ല ഞാൻ ഈ കറി വെക്കുന്നത്, എന്നാൽ അത്യാവശ്യം ചാറും ഉണ്ട്. അപ്പോൾ ഞാനിപ്പം അതിൻ്റെ
ഒന്ന് ഒഴിച്ച് നോക്കുമ്പോൾ ഇത്രയും ആവശ്യമായ വെള്ളമാണ് ഇതിലേക്ക് എനിക്ക് വേണ്ടത്. ഇനി ഈ അരപ്പ് നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇപ്പം നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് ഞാനിതിലേക്ക് ഓരോ മീൻ കഷ്ണങ്ങൾ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ അരപ്പെല്ലാം നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഇനി ഞാൻ ഓരോ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് പറക്കി ഇടുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഞാൻ അയില മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അധികം വേവില്ലാത്ത മീനാണ്. അപ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം മീൻ കഷ്ണങ്ങളെല്ലാം അതിലും മുകളിൽ പൊന്തി കിടക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാം തവിയിട്ട് അധികം ഉടയ്ക്കാൻ പാടില്ല. അടികൂട്ടി ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് അളവിൽ ഉലുവാപ്പൊടി, ഈ സമയത്താണ് ഞാൻ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ആ ഉലുവാപ്പൊടിയും ഇട്ട് പിന്നെ നല്ല ഫ്രഷ് കറിവേപ്പില അത് ആവശ്യത്തിന് നമ്മൾ ഇട്ടതിന് ശേഷം നമ്മളിത് അടച്ച് ഒരു 10 മിനിറ്റും കൂടി കാരണം അയിലമീൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇപ്പം ഞാൻ ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ നോക്കിയപ്പോഴും വെള്ളമെല്ലാം കുറുകി ഇപ്പം മീനെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2-3 മിനിറ്റും കൂടി ഞാൻ ഒരു ചെറു തീയിൽ ഞാൻ ഒരു 2 മിനിറ്റും കൂടി ഒന്ന് വെക്കുകയാണ്. ഇതാണ് നമ്മുടെ മീൻ കറിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇത് എത്രത്തോളം ടേസ്റ്റിയാണെന്ന് പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമില്ല. അയില മുളകിട്ടത് ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.